നമ്മുടെ ഗ്രഹത്തിലെ ഏറ്റവും തീവ്രവും ആകർഷകവുമായ സ്ഥലങ്ങളിൽ ഒന്നാണ് അന്റാർട്ടിക്ക. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള തണുത്തുറഞ്ഞ പാളികൾക്കടിയിൽ മറഞ്ഞിരിക്കുന്ന അനന്തമായ മഞ്ഞുപാളികളുടെയും ശക്തമായ കാറ്റിന്റെയും രഹസ്യങ്ങളുടെയും ഒരു നാടാണിത്. ഭൂമിയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്ക ഒരു ഭൂഖണ്ഡം മാത്രമല്ല, അത് അതിന്റേതായ ഒരു തണുത്തുറഞ്ഞ ലോകമാണ്. ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലമാണ് അന്റാർട്ടിക്ക. ശൈത്യകാലത്ത് താപനില -80°C താഴെയാണ്. വേനൽക്കാലത്ത് 24 മണിക്കൂറും സൂര്യൻ പ്രകാശിക്കുമ്പോൾ പോലും മിക്ക സ്ഥലങ്ങളും മരവിപ്പിക്കുന്നതിലും വളരെ താഴെയായിരിക്കും. ഭൂഖണ്ഡത്തിന്റെ ഉയർന്ന ഉയരം, ധ്രുവത്തിലെ സ്ഥാനം, അതിന്റെ ഉപരിതലത്തിന്റെ ഏകദേശം 99% മൂടുന്ന കൂറ്റൻ ഹിമപാളി എന്നിവയാണ് ഈ ക്രൂരമായ കാലാവസ്ഥയെ രൂപപ്പെടുത്തുന്നത്. അന്റാർട്ടിക്കയുടെ ചില ഭാഗങ്ങൾ ഏകദേശം 2 ദശലക്ഷം വർഷങ്ങളായി മഴയോ മഞ്ഞോ കണ്ടിട്ടില്ല. വരണ്ട താഴ്വരകൾ എന്നറിയപ്പെടുന്ന ഈ പ്രദേശങ്ങൾ വളരെ കഠിനമായതിനാൽ ശാസ്ത്രജ്ഞർ അവയെ ചൊവ്വയുടെ ഉപരിതലവുമായി താരതമ്യപ്പെടുത്തുന്നു. ഭൂമിയിലെ ഏറ്റവും കാറ്റുള്ള സ്ഥലവും ഈ ഭൂഖണ്ഡമാണ്. അന്റാർട്ടിക്കയിൽ കാറ്റബാറ്റിക് കാറ്റ് അനുഭവപ്പെടുന്നു. ഉയർന്ന ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് കുതിക്കുന്നതും മണിക്കൂറിൽ 300 കിലോമീറ്ററിലധികം വേഗതയിൽ എത്തുന്നതുമായ ശക്തമായ മഞ്ഞുമൂടിയ വായു. ഈ കാറ്റുകൾ ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തുകയും മഞ്ഞിനെ സസ്ട്രുഗി എന്നറിയപ്പെടുന്ന മൂർച്ചയുള്ള രൂപങ്ങളാക്കി മാറ്റുകയും പ്രദേശത്ത് താമസിക്കുന്ന ഗവേഷകർക്ക് ലളിതമായ ജോലികൾ പോലും വളരെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു. ഈ അങ്ങേയറ്റത്തെ സാഹചര്യങ്ങൾക്കിടയിലും ഭൂമിയുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ അന്റാർട്ടിക്കയ്ക്ക് വലിയ പങ്കുണ്ട്. തിളക്കമുള്ള മഞ്ഞുപാളി സൂര്യപ്രകാശത്തെ ബഹിരാകാശത്തേക്ക് പ്രതിഫലിപ്പിക്കുകയും ഗ്രഹത്തെ തണുപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഹിമത്തിനടിയിൽ സമുദ്രപ്രവാഹങ്ങൾ ലോകമെമ്പാടും സഞ്ചരിക്കുന്ന തണുത്തതും ഇടതൂർന്നതുമായ വെള്ളം പ്രചരിക്കുന്നു. ഇത് എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും കാലാവസ്ഥയെയും കാലാവസ്ഥാ രീതികളെയും ബാധിക്കുന്നു. അന്റാർട്ടിക് മഞ്ഞുപാളി പൂർണ്ണമായും ഉരുകിയാൽ ആഗോള സമുദ്രനിരപ്പ് 50 മീറ്ററിൽ കൂടുതൽ ഉയരും. ലോകമെമ്പാടുമുള്ള തീരദേശ നഗരങ്ങളെ വെള്ളപ്പൊക്കത്തിലാക്കും. അതുകൊണ്ടാണ് ഭൂഖണ്ഡത്തിലെ മഞ്ഞുരുകലും ചൂടാകൽ രീതികളും ശാസ്ത്രജ്ഞർ ഇത്രയധികം ശ്രദ്ധിക്കുന്നത്. അന്റാർട്ടിക്ക ശാസ്ത്രീയ പര്യവേക്ഷണത്തിനുള്ള കേന്ദ്രം കൂടിയാണ്. ഒരു രാജ്യവും അന്റാർട്ടിക്കയെ സ്വന്തമാക്കുന്നില്ല, പകരം സമാധാനപരമായ ശാസ്ത്രീയ ഗവേഷണം മാത്രമേ അനുവദിക്കുന്നുള്ളൂ എന്നതിനാൽ അന്റാർട്ടിക് ഉടമ്പടി പ്രകാരം ഇത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ നടത്തുന്ന 70-ലധികം ഗവേഷണ കേന്ദ്രങ്ങൾ ഭൂഖണ്ഡത്തിൽ പ്രവർത്തിക്കുന്നു. 800,000 വർഷങ്ങൾ പഴക്കമുള്ള ഭൂമിയുടെ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഹിമപാളികൾ മുതൽ 0-ന് താഴെയുള്ള അവസ്ഥയിൽ നിലനിൽക്കുന്ന ആവാസവ്യവസ്ഥകൾ വരെ ശാസ്ത്രജ്ഞർ പഠിക്കുന്നു. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ തണുത്തുറഞ്ഞ മരുഭൂമിയിൽ പോലും ജീവൻ നിലനിൽക്കുന്നു. പെൻഗ്വിനുകൾ, സീലുകൾ, തിമിംഗലങ്ങൾ എന്നിവ അന്റാർട്ടിക്കയെ ചുറ്റിപ്പറ്റിയുള്ള സമ്പന്നമായ തെക്കൻ സമുദ്രത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഏറ്റവും പ്രശസ്തമായ ഇനം എംപറർ പെൻഗ്വിൻ ആണ്. ഇത് വലിയ കോളനികളിൽ ഒത്തുകൂടി ക്രൂരമായ ശൈത്യകാലത്തെ അതിജീവിക്കുന്നു. ഹിമത്തിനടിയിൽ അസ്ഫിഷ്, ക്രിൽ പോലുള്ള വിചിത്ര ജീവികൾ അന്റാർട്ടിക് ഭക്ഷ്യശൃംഖലയുടെ അടിത്തറയായി മാറുന്നു. ഹിമപാളിയുടെ അടിയിൽ ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന തടാകങ്ങളിൽ സൂക്ഷ്മജീവികൾ പോലും വളരുന്നു. അന്റാർട്ടിക്കയിലെ ഏറ്റവും നിഗൂഢമായ കണ്ടെത്തലുകളിൽ ഒന്നാണ് വോസ്റ്റോക്ക് തടാകം. ഏകദേശം 4 കിലോമീറ്റർ മഞ്ഞിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വലിയ ശുദ്ധജല തടാകം. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഇത് പുറം ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു. ഈ തടാകത്തിലെ ജീവജാലങ്ങൾക്ക് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ പോലുള്ള ഹിമപാളികളിലെ പരിസ്ഥിതിയെക്കുറിച്ച് സൂചനകൾ നൽകാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. പുരാതന ആവാസവ്യവസ്ഥയുടെയും മുൻകാല കാലാവസ്ഥയുടെയും അവശിഷ്ടങ്ങൾ അന്റാർട്ടിക്കയിലുണ്ട്. ഭൂഖണ്ഡത്തിന്റെ ചില ഭാഗങ്ങൾ ഒരു കാലത്ത് സസ്യങ്ങളും ദിനോസറുകളും നിറഞ്ഞ വനങ്ങളായിരുന്നു. അവിടെ കണ്ടെത്തിയ ഫോസിലുകൾ വെളിപ്പെടുത്തുന്നത് അന്റാർട്ടിക്ക എല്ലായ്പ്പോഴും തണുത്തുറഞ്ഞിരുന്നില്ല എന്നാണ്. ഗോണ്ട്വാന എന്ന സൂപ്പർ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായി ഇത് മറ്റു ഭൂഖണ്ഡങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. സമീപ വർഷങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ ഭൂഖണ്ഡം ആഗോള ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ വേഗത്തിൽ ഉരുകുന്ന ഹിമാനികൾ, ഐസ് ഷെൽഫുകൾ പൊട്ടൽ, സമുദ്രജലം ചൂടാകുന്നത് എന്നിവ കാണിക്കുന്നു. ഈ മാറ്റങ്ങൾ അന്റാർട്ടിക്കയെ മാത്രമല്ല ബാധിക്കുന്നത്, അവ മുഴുവൻ ഗ്രഹത്തെയും ബാധിക്കുന്നു. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ അന്റാർട്ടിക്കയെ ഭൂമിയുടെ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനം എന്ന് വിളിക്കുന്നത്. ഇന്ന് ഭൂമിയിലെ ഏറ്റവും കുറവ് പര്യവേക്ഷണം ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് അന്റാർട്ടിക്ക. അതിന്റെ മഞ്ഞിനടിയിൽ പർവ്വതങ്ങളും താഴ്വരകളും തടാകങ്ങളും ഒരുപക്ഷേ കണ്ടെത്താത്ത ജീവജാലങ്ങളും ഉണ്ട്. ഇത് ശാസ്ത്രത്തിന്റെ ഒരു അതിർത്തിയാണ്. നമ്മുടെ ഗ്രഹം യഥാർത്ഥത്തിൽ എത്രത്തോളം ശക്തവും ദുർബലവുമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു.